പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് വിശ്വസിച്ച് അനുസരിച്ച് കൊണ്ടുള്ള ഈ യാത്ര എത്രമാത്രം സന്തോഷം പകരുന്നതാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്ന അത്രയ്ക്കും വിലയേറിയതാണ്. യേശു നമ്മുടെ ഇടയിൽ 3.5 വർഷക്കാലം ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിച്ചു. യേശു യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന് യേശുവിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് യേശു പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇതെല്ലാം വളരെ ചെറുപ്പം മുതലേ ചെയ്തു വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന് വലിയ സന്തോഷമായി. ഇപ്പം ഇതാണ് നിത്യം പ്രാപിക്കാൻ വേണ്ടുന്ന വഴിയെങ്കിൽ അവനത് ചെയ്തു വരുന്നുണ്ട്. യേശു ഉടനെ പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. നീ നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത ശേഷം എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഇവൻ ഇത് കേട്ടത് വളരെയധികം ദുഃഖിച്ചു. പ്രിയമുള്ളവരെ, നിത്യജീവൻ പ്രാപിക്കുക എന്നതിനേക്കാൾ കവിഞ്ഞ് മറ്റൊന്നും ഇല്ല എന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ ലോകത്തിലെ ജീവിതം നല്ല നാളെ തീരും. ഇത് കഴിഞ്ഞ് ഒരിക്കലും മരിക്കാത്ത ഒരു ലോകത്തൊരു ജീവിതം ഉണ്ട്. അതാണ് ഇന്ന് മനുഷ്യരെല്ലാം ഈ മതകാര്യങ്ങളിൽ താല്പര്യം വെച്ച് ഈ മുന്നോട്ട് പോകാനുള്ളൊരു കാരണം ഇതല്ല നമ്മളെ ശാശ്വതമായ ഭവനമെന്ന് എല്ലാവർക്കും ഉള്ളിൽ ബോധ്യമുണ്ട്. പക്ഷെ പോകേണ്ട വഴി വാസ്തവമായി പലർക്കും ചിലർക്ക് അറിയത്തില്ല. അറിഞ്ഞാൽ തന്നെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പോകാൻ കഴിയുന്നതുമല്ല. അപ്പോൾ യേശു ഇതിനോട് പറഞ്ഞു, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത ശേഷം എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. നിനക്കുള്ളതെല്ലാം വിൽക്കാനേ പറഞ്ഞുള്ളൂ, മറ്റുള്ളവരുടെ ഒന്നും വിൽക്കാനൊന്നും പറഞ്ഞില്ല. ഉടനെ അവൻ വളരെ സമ്പത്ത് ഉള്ളവനായിരുന്നു. അവൻ അതീവ ദുഃഖിതനായി യേശുവിൻ്റെ അടുക്കൽ നിന്ന് അവൻ മടങ്ങിപ്പോയി. യേശു ഉടനെ പറഞ്ഞു, സമ്പത്തുള്ളവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക വളരെ ദുഷ്കരമാണ്. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ അധികം എളുപ്പം ഒട്ടകം സൂചിക്കലിലൂടെ കിടക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ലോകത്തിൽ നമുക്ക് സമ്പത്തൊന്നും വേണ്ട എന്നൊന്നും നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ല. ഈ ഭൂമിയും അതിനുള്ളതൊക്കെ ദൈവം മനുഷ്യന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചതാണ്. പക്ഷേ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു പറഞ്ഞു, എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എനിക്കുള്ളവനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ ഇഷ്ടപ്പെടുന്നവനും എനിക്ക് യോഗ്യനല്ല. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും
എനിക്കുള്ളവനല്ല. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കാൻ നോക്കിയാൽ അതിനെ കളയും. ആരെങ്കിലും തൻ്റെ ജീവനെ എൻ്റെ നിമിത്തം കളഞ്ഞാലോ അവരതിനെ നേടും എന്ന് യേശു പറഞ്ഞു. അടുത്ത വാക്യത്തിൽ ഒരു വാക്യം കൊണ്ട് യേശു പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ശിഷ്യനെന്ന് കരുതി ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് പ്രതിഫലം നഷ്ടമാവുകയില്ല എന്ന് സത്യസത്യമായി എന്നോട് പറയുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, ദൈവനാമത്തിൽ ചെയ്താൽ അതിന് പ്രയോജനമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെക്കാൾ അധികമായി യാതൊന്നിനെയും സ്നേഹിക്കരുത് എന്നുള്ളതാണ് വിഷയം. ഏറ്റവും പ്രധാനം നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ആ ദൈവത്തെ സ്നേഹിക്കുന്നതിന് യാതൊന്നും നമ്മുടെ മുമ്പിൽ തടസ്സമായിട്ടുണ്ടാകരുത്. എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്നുള്ള ചിന്തകളും ചില വിഷയങ്ങളോടുള്ള നമ്മുടെ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളും അതിനോടുള്ള നമ്മുടെ അടിമത്ത മനോഭാവവും ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പാടെ ഉപേക്ഷിക്കണം. എന്നിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ അധികം ഞാൻ ഒന്നിനെയും ലോകത്തിൽ സ്നേഹിക്കുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ താഴെയായിരിക്കണം. നമ്മുടെ ജീവിതം ഇന്നല്ല നാളെ തീർന്നു കഴിയുമ്പോൾ പോകാനുള്ള സ്ഥലം ദൈവരാജ്യമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ആരെയും നമ്മൾ വെറുക്കരുത്. തിരുവചനം ഇങ്ങനെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയൊക്കെ ഇന്നും പലരും ചെല്ലാൻ മടിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. കാരണം അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോടും ക്ഷമിക്കണമേ. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോട് നിരുപാധികം ക്ഷമിക്കുന്നത് പോലെ പിതാവായ ദൈവമേ എൻ്റെ കടങ്ങളും പാവങ്ങളും എന്നോട് അങ്ങ് ക്ഷമിക്കണമേ. എത്ര ഹൃദയപരമാർത്ഥതയോടുള്ള പ്രാർത്ഥന. ഞാൻ ചെയ്യുന്നത് പോലെ എന്നോട് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാതെ നമുക്കാർക്കും ദൈവത്തെ പിൻപറ്റാനായിട്ട് സാധിക്കില്ല. സത്യം. ദൈവത്തിനുള്ള യേശു പറഞ്ഞു, നിങ്ങൾ ഇന്ന വിധത്തിൽ അല്ലെങ്കിൽ എനിക്കുള്ളവരല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിനുള്ളവരെ അല്ലാത്തവരെ ദൈവം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഒന്ന് ഓർത്ത് നോക്കുക. അതുകൊണ്ട് നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമായി തീരട്ടെ. എല്ലാവരെയും നമ്മൾ നിരുപാധികം സ്നേഹിച്ചുകൊണ്ട്, ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ പിൻപറ്റാം. ഇന്ന ആളെ എനിക്ക് ഉൾക്കൊള്ളാൻ മേല എന്നൊക്കെ പറയുന്ന ആരും ഉണ്ടാകാതിരിക്കട്ടെ. ദൈവം ഇവരെ എല്ലാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ മേലെ. ദൈവം നമ്മെ ഈ വചനങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.